ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമൽ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ റൂട്ട് എക്സ് ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡിസ്കസ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് y ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് നമ്മൾ ഒരുപാട് കേസ് പറഞ്ഞതാണ്. എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് വരികയാണെങ്കിൽ എക്സ് തന്നെ, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താ വരിക? മൈനസ് ഓഫ് എക്സ് ആണ് വരിക. അതായത് ഓവറോൾ പറയുകയാണെങ്കിൽ എന്താണ്? പോസിറ്റീവ് വാല്യൂ മാത്രമേ എന്തിന് വരുള്ളൂ? മോഡ് എക്സിന് വരുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോൾ രണ്ട് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട്, സ്പ്ലിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് എക്സിൻ്റെ വാല്യൂ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കേസായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും എഫ് ഓഫ് എക്സും കണ്ടുപിടിച്ചു, മൈനസ് ചെയ്തു, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മൾ ഓരോ കേസ് എടുക്കണം. അതായത് ഫോർ എക്സ് ലെസ് ദാൻ 0, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയായിരുന്നു? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്തായിട്ട് മാറും? മൈനസ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിട്ട് മാറും അല്ലേ? അതായത് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മൈനസ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് divided by delta x. Okay, this is equal to limit delta x tends to 0 minus multiply minus x minus delta x minus x minus delta x minus x എന്ത് വരും? പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പം മൈനസ് എക്സും എക്സും ക്യാൻസൽ ചെയ്തു. ഇത് ഇസ് ഈക്വൽ ടു എന്ത് വരും ബാക്കി? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മൈനസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും? -1 ആണ് വരിക. അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 -1. അപ്പോൾ ഇനി ഡെൽറ്റ എക്സിന് വാല്യൂ കൊടുക്കാനൊന്നുമില്ല, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ലിമിറ്റ് എന്ത് തന്നെ അത് തന്നെ. അതായത് ഇസ് ഈക്വൽ ടു എന്ത് വരും? -1 ആണ്. നമുക്ക് എക്സ് ഏത് കേസിൽ? എക്സ് ലെസ് ദാൻ 0 ആവുന്ന കേസിൽ നമുക്ക് എന്ത് വന്നു? -1 ആണ് നമ്മൾ ഡെറിവേറ്റീവ് വരുന്നത്. ഓരോ കേസായിട്ട് നമുക്ക് നോക്കണം. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0ൻ്റെ കേസിൽ, എക്സ് ഗ്രേറ്റർ ദാൻ 0ൻ്റെ കേസിൽ എന്താ വരിക? ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരുന്നുള്ളതാണ് ചെയ്യേണ്ടത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് തന്നെ? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് തന്നെ മൈനസ് എഫ് ഓഫ് എക്സ് എന്താ വരിക? എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നോക്കിയാൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴെന്താണ്? അതേ വാല്യൂ തന്നെ എക്സ് തന്നെയാണ് വരിക. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് തന്നെ, ചേഞ്ച് വരുന്നില്ല. ഇസ് ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതുവരും ക്യാൻസൽ ചെയ്യാം? എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വരും. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്താണ്? 1 ആണ്.
ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 1. ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 1 ആണ് വരിക. അതായത് ഡിഫറൻഷ്യബിൾ ആണ്. എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരികയാണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അതിൻ്റെ വാല്യൂ എന്ത് വരും? 1 വരും. ഇനി ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്തതാണ്. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. വാല്യൂ എന്ത് വരും? -1. ഇനിയിപ്പോൾ നമുക്ക് ഒരു കേസും കൂടിയാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഏതാണ് കേസ്? എക്സ് ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ. ഓക്കെ, ഫോർ എക്സ് ഈക്വൽ ടു 0ൻ്റെ കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് is equal to limit delta x tends to 0. ഇവിടെ എന്താ വരിക? എഫ് ഓഫ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 0, ഫംഗ്ഷൻ്റെ വാല്യൂ 0 ഉള്ള എന്ത് തന്നെ? 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? അതായത് ഇങ്ങനെയാണ് വരുന്നത്. എഫ് ഓഫ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. എഫ് ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? മോഡ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് നമ്മൾ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0 വരുന്ന കേസിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യില്ല? ഡിഫൈൻഡ് അല്ല. മേലെ താഴെ 0 ആണ് വരുന്നത്. ഓക്കെ, ഇത് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1ഉം ലെസ് ദാൻ 0 ആണെങ്കിൽ -1ഉം ആണ്. പക്ഷെ ഡെൽറ്റ എക്സ് 0 ആവുന്ന കേസിൽ ഫംഗ്ഷൻ എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. എക്സ് ഈക്വൽ ടു 0ൽ ഫംഗ്ഷൻ എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ എക്സ് 0 ആവുന്ന കേസിൽ എന്ത് വരുന്നില്ല? അത് ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് അല്ല. നമ്മൾ ഏത് കേസായിരുന്നു ഇവിടെ എടുത്തിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 0 എന്നുള്ള കേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0ൽ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. Therefore f is not differentiable at x equal to 0. f എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഏത് പോയിന്റിൽ? അറ്റ് x equal to 0. 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, വാല്യൂ 1. ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, വാല്യൂ -1. ഇവിടെ എക്സ് ഈക്വൽ ടു 0ൽ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് ലെബനിസ് നൊട്ടേഷൻ. ലെബനിസ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ജസ്റ്റ് നൊട്ടേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് നമ്മളെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഒന്നുകിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് നൊട്ടേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? dy ബൈ ഡി എക്സ് എന്ന് കൊടുക്കാം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ dy ബൈ ഡി എക്സ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇങ്ങനെ എഴുതാം ചിരിച്ചിട്ട് dy ബൈ ഡി എക്സ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത്രയും രീതിയിലാണ് നമ്മൾ ഏത് ഡെറിവേറ്റീവിൻ്റെ നൊട്ടേഷൻ കൊടുക്കുന്നത്. അതായത് ലെബനിസ് നൊട്ടേഷൻ എന്നാണ് പറയുക. അല്ലെങ്കിൽ വേറെയും കൂടി പറയാം. എങ്ങനെയാണ്? ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഇങ്ങനെ നമുക്ക് നൊട്ടേഷൻ കൊടുക്കാം. ആ നൊട്ടേഷനാണ് നമ്മൾ എന്ത് പറയുക? ലെബനിസ് നൊട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ആണ്. ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. നേരെ റിവേഴ്സ് ശരിയാവുന്നില്ല. അതായത് എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് നമുക്ക് ചെയ്യണം.
അത് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ എന്താ, എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഗിവൺ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്ന് എഴുതാം, ഗിവൺ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. എഫ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഇത് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടണം. നമുക്ക് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം, ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ലിമിറ്റ് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിലാണ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരണമായിരുന്നു, എഫ് ഓഫ് എക്സ് നോട്ട് വരണം. അതാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ്. ഇതിനെ എനിക്കിങ്ങനെ എഴുതാൻ പറ്റില്ല. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ആഡ് ചെയ്യുകയും ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൽ വലിയ പ്രശ്നം വരുന്നില്ല. കാരണം എന്താണ്, ഇത് രണ്ടും ക്യാൻസലായിപ്പോൾ. അപ്പോൾ ബാക്കിയുള്ളത് എന്തേ വരുള്ളൂ, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. നമ്മൾ ആൻസറിലേക്ക്, അതായത് പ്രൂഫിലേക്ക് എത്തുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, അതേപോലെ എഫ് ഓഫ് എക്സ് നോട്ട് അങ്ങനെ തന്നെ ഞാൻ വെച്ചു, പ്ലസ് അടുത്ത ടേം എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇത് നമുക്ക് പ്രശ്നം വരുന്നില്ല. സെയിം നമ്പർ ആഡ് ചെയ്യും, സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് ഇല്ല. കാരണം നമ്മളിങ്ങനെയാണ് ക്യാൻസലൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിന് ലിമിറ്റ് കൊടുത്തു നോക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താണ്, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഒരു ടേമും കൂടിയുണ്ട്, ഏതാണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഈ ടേം എന്താ നമുക്കറിയാം, അതായത് ഇങ്ങനെയാണ് വരുന്നത്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഈ ടേം ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഈ ടേം എന്താണ്, നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആണ്. കറക്റ്റ് അല്ലേ? ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, ഈ ടേമാണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് വരിക.
ഇനി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ എക്സ് എന്താ വരിക? ഡെൽറ്റ എക്സ് കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ അത് 0 ആയിപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു, ഇനി എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 0ൻ്റെത് ക്യാൻസലായിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത്. നമ്മൾ എന്നാലും ആൻസറിലേക്ക് എത്തിയില്ല. അതെന്താണ്, കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ടാണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0ന് പകരം എക്സ് മൈനസ് എക്സ് നോട്ട് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ്, അതായത് ഡെൽറ്റ എക്സിന് ഞാൻ എന്ത് വാല്യൂ കൊടുക്കുകയാണ്? എക്സ് മൈനസ് എക്സ് നോട്ട്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ടാണ്. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു, അവിടെയെല്ലാം മാറ്റി കൊടുക്കുക. ലിമിറ്റ് എക്സ് മൈനസ് എക്സ് നോട്ട് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, which is equal to, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ഇതാണ് നമ്മൾ ഏതിൻ്റെ കണ്ടീഷൻ? കണ്ടിന്യൂറ്റീൻ്റെ കണ്ടീഷനാണ് ഏത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ മതി, ലിമിറ്റ് എക്സ് മൈനസ് എക്സ് നോട്ട് ടെൻസ് ടു 0 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ എക്സ് നോട്ടിനെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ്, ഇവിടെ എക്സ് നോട്ട് ക്യാൻസൽ ചെയ്ത് പോവാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണെന്ന് വന്നു? എഫ് ഓഫ് എക്സ് നോട്ട് ആണെന്ന് വന്നു. ഓക്കെ, അതായത് എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണ്. നേരെ റിവേഴ്സ് പോസിബിൾ ആണോ? എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആണോ? അല്ല. അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏതായിരുന്നു നമ്മൾ പഠിച്ച ഏതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫാണ് ഏത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്നുള്ള ഗ്രാഫ് വരിക. നമുക്കറിയാം അത് 0 എന്നുള്ള പോയിന്റിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. 0 ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. പക്ഷെ നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമുക്ക് കൈയെടുക്കാണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആണ്, പക്ഷെ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ കോൺവേഴ്സ് എന്ത് ആവുന്നില്ല? ശരിയാവുന്നില്ല. ആകെ എന്തേ ഉള്ളൂ? എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നമുക്കിനി ഡിഫറൻസിയേഷൻ്റെ റൂൾസ് ആണ് ഇനി പറയാനുള്ളത്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ്, അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂള്, സം റൂള്, പ്രോഡക്റ്റ് റൂള്, അങ്ങനെ കുറച്ച് റൂളാണ്. അതിൻ്റെ വിത്ത് പ്രൂഫാണുള്ളത് നിങ്ങൾക്ക്. അപ്പം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാവുന്നതാണ്. താങ്ക് യു.